Hello everyone, welcome all of you. Basic numerical methodsലെ തേർഡ് മൊഡ്യൂളായ സീക്വൻസ്, സീരീസ് ആൻഡ് പ്രോഗ്രഷൻ എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്താണ് സീക്വൻസ് എന്നുള്ളത് നോക്കാം. A sequence is an endless succession of numbers placed in certain order so that there is first number, second number and so on. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഓർഡറിൽ അനന്തമായിട്ട് അല്ലെങ്കിൽ അവസാനിക്കാത്ത രീതിയിൽ നമ്പേഴ്സിനെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ. 2 4 6 8 ഒരു നിശ്ചിത ഓർഡറിൽ നമ്പേഴ്സ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലെ. എൻഡ്ലെസ് സക്സഷൻ ആണ്, ഒരു എൻഡ് ഒന്നുമില്ല, അങ്ങനെ പോവുകയാണ് അല്ലെ. ഇതിനാണ് സീക്വൻസ് എന്ന് പറയാം. ഓക്കെ, അത് ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഫോർത്ത് നമ്പർ അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു തിയറിറ്റിക്കൽ ആയിട്ട് കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് സീക്വൻസ് എന്നുള്ളത് കേട്ടോ. ഇനി എന്താണ് സീരീസ് എന്നുള്ളത് നോക്കാം. When the individual terms of a sequence are summed up with plus or minus signs, the sequence becomes a series. ഇപ്പൊ നമ്മൾ എന്താണ് സീക്വൻസ് എന്ന് പറഞ്ഞല്ലോ. ആ സീക്വൻസിലെ ഓരോ ഇൻഡിവിജ്വൽ ടേംസിന്റെ കൂടെ പ്ലസ് ചെയ്യുകയോ അല്ലെങ്കിൽ മൈനസ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറി? സീരീസ് ആയിട്ട് മാറി. നമ്മൾ നേരത്തെ 2 4 6 8 എക്സെട്ര അങ്ങനെ എഴുതിയില്ലേ. അപ്പൊ ഇതിന്റെ കൂടെ പ്ലസ് ഓർ മൈനസ് ഒക്കെ കൂടുകയാണെങ്കിൽ എന്തായിട്ട് മാറി? സീരീസ് ആയിട്ട് മാറി. 2 + 4 + 6 + എക്സെട്ര അങ്ങനെ പോകണമെങ്കിൽ സീരീസ് ആയിട്ട് മാറി. അല്ലെങ്കിൽ 2 + 4 - 6 + 8 + 10 അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറി? സീരീസ് ആയിട്ട് മാറി. ഓക്കെ, സീരീസ് നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്ന് ഫിനിറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് വിൽ ബി ഫിക്സ്ഡ്. നമ്പർ ഓഫ് ടേം ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പോൾ 2 + 4 + 6 + 8 + എക്സെട്ര + 20 ഒരു ഫിക്സ്ഡ് നമ്പർ അതുവരെയേ ഉള്ളൂ. ഇപ്പോൾ 2 + 4 + 6 അവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സ്ഡ് നമ്പർ ആയല്ലോ. അതിനാണ് നമ്മൾ ഫിനിറ്റ് സീരീസ് എന്ന് പറയാം. ദെൻ ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് നോ ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേമിൽ അങ്ങനെ നീണ്ടു പോവാണ്. ഫോർ എക്സാമ്പിൾ 1 + 2 + 3 + 4 + എക്സെട്ര അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയാം. അപ്പൊ ഇതാണ് സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ തിയററ്റിക്കൽ ആയിട്ട് പറയാനുള്ളത്. പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രോഗ്രഷൻ ആണ് കേട്ടോ. അതിൽ സീക്വൻസ് സീരീസ് എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് പ്രോഗ്രഷൻ എന്നുള്ള ഭാഗത്തിലേക്ക് കടക്കാം. അതാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അവിടെയാണ് നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ എന്താണ് സീക്വൻസ് സീരീസ് എന്നുള്ളത്. ഇനി നമുക്ക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. എന്താണ് പ്രോഗ്രഷൻ എന്നുള്ളത് ജസ്റ്റ് ഒരു തിയറി നമുക്ക് പറയാം. കൂടുതലായിട്ടും ഈ ഭാഗത്തു നിന്ന് പ്രോബ്ലം ആണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. എ പ്രോഗ്രഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ സീരീസ് ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ എ പ്രെഡിക്റ്റബിൾ പാറ്റേൺ. ഒരു പ്രെഡിക്റ്റബിൾ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രോഗ്രഷൻ എന്ന് പറയാം. ആ ഒരു സെറ്റ് ഓഫ് നമ്പറിന് ഒരു ഡെഫിനിറ്റ് റൂളൊക്കെ ഉണ്ടാവും. ഒരു ഡെഫിനിറ്റ് റൂള് ഫോളോ ചെയ്തിട്ടുള്ള ഒരു നമ്പർ സെറ്റിനെയാണ് നമ്മൾ പ്രോഗ്രഷൻ എന്ന് പറയാം കേട്ടോ. ജസ്റ്റ് ഒരു തിയറിയാണ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3. അപ്പോൾ ഈ പ്രോഗ്രഷനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ. സെക്കൻഡ് വൺ ജിയോമെട്രിക് പ്രോഗ്രഷൻ. തേർഡ് വൺ ഹാർമോണിക് പ്രോഗ്രഷൻ. അപ്പൊ ഈ 3 കാര്യത്തിലും നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. എക്സാമിനൊക്കെ ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണ് എന്ന് പറയാം. എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്? AP എന്ന് നമ്മൾ ചുരുക്കി എഴുതാറുണ്ട് കേട്ടോ. എ സീക്വൻസ് ഈസ് കോൾഡ് an arithmetic progression AP if its terms continuously increase or decrease by the same number. നമ്മൾ എന്താണ് സീക്വൻസ് എന്നുള്ളത് പറഞ്ഞു അല്ലെ. സീക്വൻസ് ഈസ് കോൾഡ് എൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. സീക്വൻസിന് നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാം. എപ്പോ? ഇഫ് ഇറ്റ്സ് ടേംസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ഓർ ഡിക്രീസ് ബൈ ദ സെയിം നമ്പർ. ഒരേ നമ്പർ ആ ഒരു സീക്വൻസിലെ ടേംസ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ. 4 6 8 10 എക്സെട്ര അങ്ങനെ കൊടുത്തിട്ടില്ലേ. നമ്മൾ നേരത്തെ സീക്വൻസ് എന്ന് പറഞ്ഞു. ഇതൊരു സീക്വൻസ് ആണല്ലോ. അപ്പോൾ ഈ സീക്വൻസ് പോകുന്നത് എങ്ങനെയാണ്? ഒരേ നമ്പർ ആഡ് ചെയ്തിട്ടാണ് ഈ സീക്വൻസ് പോകുന്നത് അല്ലെ. ഇവിടെ നോക്കൂ, 4 കൂടെ 2 കൂട്ടിയിട്ടാണ് 6 കിട്ടിയത്.
6നോട് കൂടെ 2 കൂട്ടിയിട്ടാണ് 8 കിട്ടിയത്. ദെൻ 8നോട് കൂടെ 2 കൂട്ടിയിട്ടാണ് 10 കിട്ടിയത് അല്ലെ. ഇതൊരു ഇൻക്രീസിങ് ആപ്പി ആണ് കേട്ടോ. കൂടി കൂടി വരുന്നതിനാണ് ഇൻക്രീസിങ് ആപ്പി എന്നാണ് പറയാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ മറ്റൊരു അർത്ഥത്തിൽ പറയാറുണ്ട് ഇങ്ങനെ, എ സീരീസ് ഈസ് സെറ്റ് ടു ബി ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. സീരീസിന് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാം. എപ്പോ if every term of it is obtained by adding a constant number to its just preceding term. എന്ന് പറഞ്ഞാൽ ഇതൊരു കുറെ നമ്പേഴ്സ് ആണ്, സീരീസ് ആണ്. അപ്പൊ സീരീസിന് നമ്പർ എങ്ങനെയാ കിട്ടുന്നത്? ഇവിടെ 6 എങ്ങനെയാ കിട്ടുന്നത്? 6 കിട്ടുന്നത് ആദ്യത്തെ നമ്പറിന് കൂടെ ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്തിട്ടാണ്. ജസ്റ്റ് പ്രൊസീഡിങ് ദ ടേം അല്ലെ എന്ന് പറഞ്ഞാൽ ഈ പ്രൊസീഡിങ് ടേം പറയുന്നത് 4 ആണ്. 4നോട് കൂടെ ഒരു കോൺസ്റ്റന്റ് നമ്പർ കൂട്ടിയിട്ടാണ് ഇത് കിട്ടിയത്, 6 കിട്ടിയത് അല്ലെ. 8 എങ്ങനെയാ കിട്ടിയത്? 6നോട് കൂടെ ഒരു കോൺസ്റ്റന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ കൂട്ടിയിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ 10 എങ്ങനെയാ കിട്ടിയത്? ഈ തൊട്ട് മുമ്പത്തെ 8നോട് കൂടെ ഒരു കോൺസ്റ്റന്റ് നമ്പർ കൂട്ടിയിട്ടാണ് 10 കിട്ടിയത്. അപ്പൊ ഈ കോൺസ്റ്റന്റ് നമ്പർ എത്രയാണ്? ഇവിടെ 2 ആണല്ലോ. അതിനാണ് സെയിം നമ്പർ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയാം. ഇപ്പോ 6 മൈനസ് 4 2 ആണ്, 8 മൈനസ് 6 2 ആണ്, 10 മൈനസ് 8 എന്താണ്? 2 ആണ്. അപ്പൊ ആ ഒരു ഫിക്സ്ഡ് നമ്പർ നമുക്ക് എന്ത് പറയാം? കോമൺ ഡിഫറൻസ് എന്ന് പറയാം. ദി ഫിക്സ്ഡ് നമ്പർ ഈസ് കോൾഡ് കോമൺ ഡിഫറൻസ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ഡി എന്നതിനാണ് കേട്ടോ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡി. അപ്പൊ ആ കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി എന്നാണ് കേട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ ഇൻക്രീസിങ് ആപ്പിംഗ് ഉണ്ട്, അതേപോലെ ഡിക്രീസിങ് ആപ്പിംഗ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. 7 ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. 7 10 13 എക്സെട്ര അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താണ്? ഇൻക്രീസിങ് ആപ്പ് ആണ് അല്ലെ. നമ്മൾ ഇവിടെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് ഒക്കെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻക്രീസിങ് ആപ്പ് എന്ന് പറയാം. കോമൺ ഡിഫറൻസ് ഇപ്പൊ 10 മൈനസ് 7 എന്താണ്? 3 ആണല്ലോ. അതേപോലെ ഇനി 10 8 6 4 ഇങ്ങനെ ഏതാണെന്ന് കൂട്ടിക്കോളൂ. ഇതിന്റെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് അല്ലേ എന്ന് പറയാം. 8 മൈനസ് 10 മൈനസ് 2 ആണ്. 6 മൈനസ് 8 മൈനസ് 2 ആണ്. 4 മൈനസ് 6 മൈനസ് 2 ആണ്. അത് നമ്മൾ ഡിക്രീസ്, അപ്പോൾ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് വരുന്നത് ഡിക്രീസിങ് ആപ്പി എന്നാണ് പറയാം കേട്ടോ. അത് അതിന്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ്, ദ nth ടേം ഓഫ് an ആപ്പി. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നമുക്ക് nth ടേം കാണാനുണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ ഒരു സീരീസ് ഒക്കെ പറഞ്ഞല്ലോ. 4 6 8 10 എക്സെട്ര എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു സീരീസ് അല്ലെങ്കിൽ ആ സീക്വൻസിൽ 25th ടേം എത്ര? നമുക്ക് 4 6 4 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, 6 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം, 8 എന്ന് പറയുന്നത് തേർഡ് ടേം, 10 എന്ന് പറയുന്നത് ഫോർത്ത് ടേം. അങ്ങനെ ആ സീരീസിൽ 25th ടേം എത്ര, ദെൻ 50th ടേം എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കേട്ടോ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ലെറ്റ് എ ബി ദ ഫസ്റ്റ് ടേം ആൻഡ് ഡി ബി ദ കോമൺ ഡിഫറൻസ്. അപ്പൊ നമ്മൾ ഒരു ഫസ്റ്റ് ടേമിന് നമ്മൾ എ ആയിട്ടാണ് എടുക്കുക. ഒരു സീക്വൻസിൽ അല്ലെങ്കിൽ സീരീസിലെ ഫസ്റ്റ് ടേമിന് എ എന്നാണ് പറയാ. ദെൻ അതിന്റെ കോമൺ ഡിഫറൻസിന് നമ്മൾ എന്ത് പറയും? ഡി എന്ന് സൂചിപ്പിക്കും. ഓക്കെ, ദെൻ ദ ടേംസ് ഓഫ് സീരീസ് ആർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേംസ് ഓഫ് സീരീസ് ഒരു എങ്ങനെയാണ് വരിക? എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ദെൻ സെക്കൻഡ് ടേം എന്തായിരിക്കും? എയോട് കൂടെ ആ കോമൺ ഡിഫറൻസ് കൂട്ടിയത്, അതാണ് എ പ്ലസ് ഡി എന്ന് പറയുന്നത്. ദെൻ തേർഡ് ടേം എന്തായിരിക്കും? എ പ്ലസ് 2d ആയിരിക്കും അല്ലെ. 2 വട്ടം കൂടിയതാണ് എ പ്ലസ് 2d. ദെൻ ഫോർത്ത് എന്തായിരിക്കും? എ പ്ലസ് 3d, പിന്നെ എ പ്ലസ് 4d, അങ്ങനെ അങ്ങനെ പോവില്ലേ. ഓക്കെ, ഞാൻ ഇതിനൊന്ന് മാറ്റി ചെയ്താണ്. ഞാനൊരു ഇക്വേഷനിലേക്ക് എത്തുകയാണ് കേട്ടോ. നമുക്ക് ആ ഇക്വേഷൻ ആണ് വേണ്ടത്. ആ ഇക്വേഷൻ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ആ ഇക്വേഷന് ഈ ഒരു കാര്യത്തെ ഞാനൊന്ന് മാറ്റി ചെയ്താണ്. എ പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു ഡി എന്നാക്കാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമിനെ ഞാൻ ഇങ്ങനെ മാറ്റി ചെയ്തു. എന്ന് വെച്ചാൽ എ പ്ലസ് ഏഴോട് കൂടെ 1 മൈനസ് 1 എത്രയാണ്? 0 ആണ്. 0 ഇൻറ്റു ഡി എന്താണ്? 0 അല്ലേ. എ പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ എനെ ഞാൻ ഇങ്ങനെ എഴുതി. ഓക്കെ, ദെൻ ഈ രണ്ടാമത്തെ ടേമിനെ ഞാൻ ഇങ്ങനെ എഴുതാണ്. എ പ്ലസ് 2 മൈനസ് 1 ഇൻറ്റു ഡി എന്നാക്കിയത്. എന്ന് വെച്ചാൽ എന്താണ്? എ പ്ലസ് ഡി അല്ലേ? നോക്കിയാൽ മതി. എ പ്ലസ് 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഒരു ഡി അല്ലേ. അപ്പൊ എ പ്ലസ് ഡി അല്ലേ. ഈ ഇതിനെയാണ് ഞാൻ ഇങ്ങനെ മാറ്റിയത്. ദെൻ ഇതിനെ നോക്കാം നമുക്ക്. എ പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു ഡി, ഇതിനെ ഞാൻ ഇങ്ങനെ മാറ്റി. എ പ്ലസ്
3 മൈനസ് 1. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അല്ലേ? ഓക്കെ, 2 ആണ്. അപ്പൊ 2 ഇൻറ്റു ഡി ആണ് 2d, a പ്ലസ് 2d. അതാണ് ഞാൻ ഇങ്ങനെ മാറ്റി. അങ്ങനെ എക്സെട്ര അങ്ങനെ പോകും അല്ലേ? അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ 3, 4, 5, 6 ആണ് അങ്ങനെ പോകില്ലേ? അപ്പൊ അങ്ങനെ n വരെ ഉണ്ടാവും. അത് നമുക്ക് എത്രയും എഴുതാം. അപ്പൊ ഞാൻ അതിന് n എന്നാണ് എഴുതുന്നത് കേട്ടോ. അപ്പൊ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. നമുക്ക് എത്ര ടേം വരെയും എഴുതാം. ഇവിടെ 2 3, 4, 5, 6 അങ്ങനെ പോകും അല്ലേ? അങ്ങനെ n വരെ ആവും. അപ്പോ nth ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ ഇത് നമ്മൾ ഒന്നാമത്തെ ടേമിന് നമ്മൾ ഇങ്ങനെ എഴുതി അല്ലേ? രണ്ടാമത്തെ ടേമിന് a പ്ലസ് 2 മൈനസ് ഇൻറ്റു ഡി എന്ന് എഴുതി. മൂന്നാമത്തെ ടേമിന് a പ്ലസ് 3 മൈനസ് ഡി. അങ്ങനെ എത്ര ടേം എന്തായാലും എന്ത് ചെയ്താൽ മതി? എങ്ങനെ എഴുതിയാൽ മതി? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന ഇക്വേഷൻ എഴുതിയാൽ മതി. ഇപ്പം ഫിഫ്ത്ത് ടേം, സിക്സ് ടേം എന്ന് പറഞ്ഞാൽ എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 6 കൊടുക്കാം. സെവൻത്ത് ടേം എന്ന് പറയുമ്പോൾ എന്നിന്റെ സ്ഥാനത്ത് 7 കൊടുക്കാം. അതാണ് ഈ ഇക്വേഷൻ ആക്കി നമ്മൾ മാറ്റിയത് കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്താണ് ഫസ്റ്റ് ടേം എ, കോമൺ ഡിഫറൻസ് ഡി. അപ്പൊ അത് എഴുതുന്ന രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഇക്വേഷനിലേക്ക് വന്നൊരു രീതിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഫോർമുല എല്ലാവരും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഫോർമുല ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഈ കിട്ടിയത് കേട്ടോ. ഫോർമുല TN, nth ടേം എന്നൊരു TN എന്നാണ് സൂചിപ്പിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഓക്കെ, ഇതാണ് nth ടേം കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് എഴുതി വെക്കുക. ഇമ്പോർട്ടന്റ് ആണ് nth ടേം കാണാൻ. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ ഈ ഇക്വേഷനിൽ എത്തുന്ന രീതിയാണ് ഇപ്പൊ ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പൊ ഇതിനെ മറ്റൊരു പേരിൽ പറയാറുണ്ട്. The nth term is also called the general term of the arithmetic progression. ഒരു ജനറൽ ടേം ആണ് ഇത് കേട്ടോ, nth term എന്ന് പറയുന്നത്. അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഇതില് എങ്ങനെയാണ് ഇപ്പൊ 15th ടേം, 60th ടേം അങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. ഒരു സീരീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. Find the 14th term of the series 13, 17, 21, 25, etc. 14ാമത്തെ ടേം എത്രയാണ്? ഈ ഒരു സീരീസിൽ 14ാമത്തെ ടേം എത്രയായിരിക്കും എന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിലെ ഫസ്റ്റത്തെ ടേം എത്രയാണ്? 13 അല്ലെ? നമ്മൾ അതിനെ എന്താ സൂചിപ്പിക്കുക? a. അപ്പോൾ a ഈസ് ഈക്വൽ ടു 13. ദെൻ രണ്ടാമത് ചെയ്യേണ്ടതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ദെൻ ഇതും തമ്മിലുള്ള ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് ആയിരിക്കും വരും. അപ്പൊ നമുക്ക് എങ്ങനെ കാണാം? കോമൺ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന d ആണ്. അപ്പൊ d ഈസ് ഈക്വൽ ടു 17 മൈനസ് 13 അല്ലെ? 70 മൈനസ് 13 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ദെൻ ഇനി നമ്മൾ എന്ത് കാണും? എന്താണ് 14th ടേം അല്ലേ കാണാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ n ഈസ് ഈക്വൽ ടു 14 അല്ലെ? 14th ടേം ആണ്. 14ാമത്തെ ടേം എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ n ഈസ് ഈക്വൽ ടു 14 ആണ് വരും. അപ്പൊ എന്താണ് ഇക്വേഷൻ കാണാനുള്ളത്? TN എന്നാണ് കേട്ടോ. TN, nth ടേം എന്ന TN ദാറ്റ് ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണല്ലോ ഇക്വേഷൻ. nth ടേം കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ a എത്രയാണെന്ന് നമുക്കറിയാം, d എത്രയാണെന്ന് നമുക്കറിയാം, n എത്രയാണെന്ന് നമുക്കറിയാം. നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു a എത്രയാണ്? 13 ആണ്. 13 പ്ലസ് n എന്ന് പറയുന്നത് 14. 40 മൈനസ് 1 d എത്രയാണ്? 4 ആണ് അല്ലെ? ഇൻറ്റു 4. Then that is equal to 13 plus 14 minus 1 എത്രയാണ്? 13 ആണ്. അപ്പോൾ 13 into 4 അല്ലേ? 13 into 4 ആണ് വരിക. That is equal to 13 plus 13 into 4 എന്ന് പറയുന്നത് 52 എന്ന് കിട്ടും. Then that is equal to 65 അല്ലേ? അപ്പോൾ ഈ ഒരു സീരീസിൽ 40th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 65 ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് nth ടേം കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇതാണ് സീരീസ് കേട്ടോ. അപ്പൊ അതില് a എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. d എന്ന് പറയുന്നത് എത്രയാണ്? ഇതിന്ന് അത് ഓർക്കണം, 1 മൈനസ് 3 ആണ്. എത്ര വരിക? -2. അപ്പൊ അത് ശരിയല്ലേ? ഇവിടെ നോക്കിയാൽ മതി. -1 മൈനസ് 1 ആണ് കേട്ടോ. -1 മൈനസ് +1 ആണ് ഇത് വരുന്നത്. അപ്പൊ അതിന്റെ അടിയിൽ ഡിഫറൻസ് ആണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരിക. -1 അല്ലെ? നമ്മൾ ഡിഫറൻസ് കാണുന്നത് -1 മൈനസ് ഇത് +1 ആണ്. +1 ദെൻ -1 എത്ര? -2 അല്ലേ?
ഇനി ഇത് നോക്കൂ, ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ -3 ആണ് അല്ലെ. -3 മൈനസ് ഇവിടെ എന്താണ് -1 ആണ് അല്ലെ. -1 ഈ മൈനസ് എന്തായിട്ട് മാറി, പോസിറ്റീവ് ആയിട്ട് മാറി. -3 + 1 എത്രയായി, -2 അല്ലെ. അപ്പൊ ഡി എത്രയാണ്, -2 ആണ് വരിക. ഓക്കെ, n എത്രയാണ്, നമ്മൾ 10th ടേം ആണ് കാണുന്നത്. അപ്പൊ n = 10. ദെൻ അപ്പോൾ എന്തായിരിക്കും, Tn = a + n-1 × d എന്ന് നമ്മൾ എഴുതുന്നു. ദെൻ എത്രയാണ് ഇവിടെ, a എന്ന് പറയുന്നത് 3 ആണ്, 3 + n എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10 - 1, d എന്ന് പറയുന്നത് -2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 10 - 1 എന്ന് പറയുന്നത് 9 ആണ്. 9 × -2 ആണ് കേട്ടോ വരിക, × -2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഈ പ്ലസ് 9 -2 എന്താ, 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആണ് വരിക. അപ്പൊ 3 - 18 ആണ് വരിക. 3 - 18 മൈനസ് ആണ് കേട്ടോ ഇവിടെ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു -15 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു സീരീസിൽ 10th ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും, -15 ആയിരിക്കും വരും. ഓക്കെ, ഇതില് ഒന്നാമത്തെ ടേം എത്രയാണ്, a എന്ന് പറയുന്നത് 6 ആണ്, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 5½ - 6 അല്ലെ. 5 ൽ 6 കുറച്ചാൽ എത്ര കിട്ടുക, -1/2 ആണ് കിട്ടുക അല്ലെ, ഹാഫ്. ഇവിടെ നോക്കൂ, 5 - 5½ 5 ൽ 5 കുറച്ചാൽ എത്ര കിട്ടുക, ഹാഫ് അല്ലെ, -1/2 -1/2 എന്നാണ് കിട്ടുക. ഓക്കെ, ദെൻ 8th ടേം ആണ് നമ്മോട് കാണാൻ പറഞ്ഞത്. അതുകൊണ്ട് n = 8. നമുക്ക് എങ്ങനെ എഴുതാം, Tn = a + n-1 × d എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം. ദെൻ Tn എന്ന് പറയുന്നത് 8th ടേം, T8 = a എന്ന് പറയുന്നത് 6 + n എന്ന് പറയുന്നത് 8 - 1, d എന്ന് പറയുന്നത് -1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 + 8 - 1 എത്രയാണ്, 7 അല്ലെ. 7 ഇത് ബ്രാക്കറ്റ് ഇടാം, 7 × -1/2 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇവിടെ +7 × -7 എത്ര വരും, -7 ആണ് അല്ലെ. -7 / 2 × 7 2 × 1 2 അല്ലെ. ഇതിങ്ങനെയാണ് കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരിട്ടാ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ +7 ആണ്, 7 × -1 -7, ദെൻ 1 × 2. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കൂടെ ചെയ്യാം. എങ്ങനെ, 6 × 2 ഇത് ആദ്യം കണ്ടില്ല, ഇവിടെ 1 ഉണ്ടെന്ന് മനസ്സിലാക്കുക. 6 × 2 എന്ന് പറയുന്നത് 12 -1 × 7 7 / 1 × 2 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 - 7 എന്ന് പറയുന്നത് 5 5 / 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മളവിടെ nth ടേം കാണാനുള്ള ഇക്വേഷൻ ഒക്കെ പഠിച്ചിരുന്നു അല്ലെ. Tn = a + n-1 × d എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. അവിടെ nth ടേം കാണാനായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കൊണ്ട് തന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ എക്സാമിനൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാറുള്ളത്, പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Which term of the series 93 + 90 + 87 + etc. is 0? ഏത് ടേം ആണ് ഈ സീരീസിൽ, ഏത് ടേം ആണ് 0 ആയിട്ട് വരുന്നത്? നമ്മൾ സാധാരണഗതിയിൽ എന്താണ് പറയാറുള്ളത്, 8th ടേം കാണാൻ ഒരു സീരീസിൽ 8th ടേം എത്ര, ദെൻ 15th ടേം എത്ര, അതല്ലേ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് അല്ലേ. ഇവിടെ ടേം നമുക്കറിയില്ല, അത് കണ്ടെത്തണം. പക്ഷെ അതിന്റെ ഫൈനൽ ആൻസർ ഈ 0 ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ആ സീരീസ് തന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് എ നമ്മൾ എഴുതണം. അതേപോലെ നമ്മൾ ഡി ഉണ്ടെങ്കിൽ ഡിയും നമ്മൾ ആദ്യം എഴുതാം. അതാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് എ = 93 ആണ്. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 90 - 93 അല്ലെ. അതേപോലെ 87 - 90 എങ്ങനെ ചെയ്താൽ എത്ര കിട്ടാം, -3 കിട്ടും. ദെൻ നമ്മൾ നോർമലി എന്താണ് സാധാരണഗതിയിൽ കാണാനുള്ളത്, nth ടേം കാണാണ് അല്ലെ. അതെന്ന് പറഞ്ഞാൽ Tn അല്ലെ, Tn അല്ലേ nth ടേം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ Tn കാണേണ്ട ആവശ്യമില്ല, എത്രയാണ് തന്നിട്ടുണ്ട്, 0 ആണ് തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് തന്നിട്ടില്ല, n തന്നിട്ടില്ല അല്ലെ. എത്രാമത്തെ ടേം എന്ന് തന്നിട്ടില്ല. n ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്,
കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, എ തന്നിട്ടുണ്ട്, ഡി കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ദെൻ nth ടേമിന്റെ എന്ന് പറഞ്ഞാൽ nth ടേമിന്റെ ആൻസർ 0 ആണ് എന്ന് തന്നിട്ടുണ്ട്. n ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതി വെക്കുക. എന്താണ് എന്ന ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു അല്ലെ. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇക്വേഷനിൽ ഒന്ന് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്താണ് കാണേണ്ടത്? n ആണ് കാണേണ്ടത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇവിടെ അല്ലേ ഉണ്ട്. tn എന്ന് പറഞ്ഞാൽ ആ ആൻസർ എത്രയാണ്? 0 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. tn nth ടേം 0 ആണ് എന്ന് പറഞ്ഞാൽ ആ n ആണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ 0 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ tn ഈസ് ഈക്വൽ ടു 0. അതിന്റെ വാല്യൂ നമ്മൾ 0 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു a എത്രയാണ്? 93 ആണ്. പ്ലസ് n നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ അതേപോലെ n മൈനസ് 1 അതേപോലെ എഴുതി. d എത്രയാണ്? -3. ഇങ്ങനെയല്ലേ വരിക. ഓക്കെ, ഇനി നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യാം. 0 ഈസ് ഈക്വൽ ടു ഇവിടെ നിലവിൽ 93 ഉണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ഇതിപ്പോ -3 × n-1 പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിട്ടുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇത് ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ലേ, അതേപോലെ നമുക്ക് ഇവിടെ ചെയ്യാം. എങ്ങനെ ചെയ്യും? ഈ -3നെ എന്ത് ചെയ്യാം? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എങ്ങനെ വരും? -3 × n -3n വരും. ദെൻ ഈ ഇതിനെ ആദ്യം നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -3 × -1 എന്ന് പറയുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് മാറി. പ്ലസ് അല്ലെ, എത്ര വരിക? -1 × -3 എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എന്തൊക്കെയുണ്ട്? ഇവിടെ 93 ഉണ്ട്, ഇവിടെ പ്ലസ് 3 ഉണ്ട് അല്ലെ. അപ്പൊ 0 ഈസ് ഈക്വൽ ടു 93 പ്ലസ് 3 എത്രയാണ്? 96. ബാക്കി -3n എന്നാണ് ഉള്ളത് അല്ലെ. ഈ -3n നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലെ. അപ്പൊ ഇവിടെ ഓൾറെഡി 0 ആണ്. അപ്പൊ 0 നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഈ -3n ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +3n ആയിട്ട് മാറും. 3n ഈസ് ഈക്വൽ ടു 96 ആയിട്ട് മാറി അല്ലെ. നമുക്ക് 0 ആകുമ്പോൾ 0 + 3n ആണ് വരിക. അപ്പൊ 0 എഴുതണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ദെൻ അപ്പൊ n എത്രയായിരിക്കും? n ഈസ് ഈക്വൽ ടു 96 ഇവിടെ ഉണ്ട്. ദെൻ ഇവിടെ × 3നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ /3 ആവും. സോ n ഈസ് ഈക്വൽ ടു എത്ര വരിക? 32 എന്ന് വരും അല്ലെ. Therefore 32nd ടേം ഈസ് 0. 32ാമത്തെ ടേം ആണ് എന്ത് വരിക? 0 വരിക. ഈ ഒരു സീരീസിലെ 32nd ടേം അല്ലെ. ഏത് ടേം ആണ് 0 വരിക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ n കാണാൻ അതിന് പറഞ്ഞിരുന്നത്. അപ്പോ 32ാമത്തെ ടേം 32nd ടേം ആണ് എന്ത് വരിക? 0 ആയിട്ട് വരുന്നത്. അപ്പൊ n കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട്, nth ടേം കാണാനുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ n കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ടേം ഓഫ് an AP is 3 and 7th term is 39. Find the common difference. ഫസ്റ്റ് ടേം ഒരു APയുടെ ഫസ്റ്റ് ടേം 3 ആണ് എന്ന് പറഞ്ഞു. 7th ടേം 39 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി ആണ്. ഡി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം എഴുതാം അല്ലെ. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എത്രയാണ്? 3 എന്ന് പറഞ്ഞാൽ a ഈസ് ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ദെൻ 7th ടേം എത്രയാണ് തന്നിട്ടുണ്ട്? 39. 7th ടേം t7 അല്ലേ ഇതാ നമ്മൾ. tn എന്ന് പറഞ്ഞാൽ nth ടേം ആണ്. 7th ടേം എത്രയാണ്? 39 എന്ന് തന്നെ. ദെൻ അതേപോലെ ഇവിടെ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഡി അല്ലേ. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു അല്ലെ, ഡി ആണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ അതേപോലെ ഇവിടെ n തന്നിട്ടില്ലേ. 7th ടേം n എത്രയാണ്? 7 എന്ന് പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ നോർമലി ഇക്വേഷൻ എന്താണ്? tn ഈസ് ഈക്വൽ ടു a പ്ലസ് n-1 × d അല്ലേ. അപ്പോ നമുക്ക് ഇവിടെ t7 എത്രയാണ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലെ. t7 39 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ n എത്രയാണ്? 7 അല്ലേ വരുന്ന. അപ്പൊ t7 ഈസ് ഈക്വൽ ടു n 7 ആണ് വരുന്നത് കേട്ടോ. t7 എന്ന് പറയുമ്പോൾ tn എന്നുള്ളടത്ത് n 7 ആണ്. അപ്പൊ t7 ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 ആണ്. പ്ലസ് 7 - 1 × d. d ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, സോ
T7 എത്രയാണ് നമുക്ക് ആൻസർ? T7 39 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നേരെ 39 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. 39 is equal to 3 plus 7 minus 1 എന്ന് പറയുന്നത് 6 ആണ്. 6 into D എന്ന് പറഞ്ഞാൽ 6D. അല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് D കണ്ടുകൂടെ? ദെൻ ഈ 3നെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ +3 ആണ്, അത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -3 ആവും. അപ്പോൾ 39 minus 3 എന്ന് പറയുന്നത് 39 minus 3 is equal to 6D എന്ന് കിട്ടും. അല്ലേ? അപ്പോൾ D എത്ര കിട്ടും? 39 minus 3 എന്ന് പറയുന്നത് 36 എന്ന് കിട്ടും. 36 that is equal to 6D. ഞാൻ അത് ഇങ്ങോട്ട് തിരിച്ച് എഴുതാണ് കേട്ടോ. 6D is equal to 36 എന്ന് എഴുതി. അതുകൊണ്ട് D എത്രയായിരിക്കും? D is equal to into 6 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ divided by 6 ആവും. 36 divided by 6 that is equal to 6 എന്ന് കിട്ടും. D എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ഇഫ് ദ 9th ടേം ഓഫ് എൻ AP ഈസ് 99. 9th ടേം എന്ന് പറയുന്നത് 99 ആണ്. ആൻഡ് 99th ടേം ഈസ് 9. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് 108th ടേം, 108ാമത്തെ ടേം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നോർമലി നമുക്ക് nth ടേം കാണാൻ എന്തൊക്കെ വേണം? എ വേണം, കോമൺ ഡിഫറൻസ് ഒക്കെ വേണം അല്ലേ? നമുക്ക് സീരീസ് ഒക്കെ തരാറുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ജസ്റ്റ് 9th ടേം ഇത്രയാണ്, 99th ടേം ഈസ് 9, അങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ എ അല്ല, കോമൺ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ 108ാമത്തെ ടേം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? അതാണ് ചെയ്യുന്നത്. നമുക്കറിയാം എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ജസ്റ്റ് അതൊന്ന് ഒരു തിയററ്റിക്കൽ ആയിട്ട് എഴുതി വെക്കാം. ലെറ്റ് എ ബി ദ ഫസ്റ്റ് ടേം, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് ടേം ആൻഡ് ഡി ബി ദ കോമൺ ഡിഫറൻസ്. ബി ദ കോമൺ ഡിഫറൻസ്. ബി ദ കോമൺ ഡിഫറൻസ്. ഇത് നമ്മളൊരു ഇക്വേഷനിലുള്ള കാര്യമാണ്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നു. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? 9th ടേം ഓഫ് എൻ AP ഈസ് 99. 9th ടേം എന്ന് പറയുന്നത് എന്താണ്? 9th ടേം എന്ന് പറയുന്നത് T9 അല്ലേ? T9. Then that is equal to T9 എന്ന് പറയുന്നത് എന്താണ്? A plus n എത്രയാണ് ഇവിടെ? 9 അല്ലേ വരുന്നത്? അപ്പോ 9 minus 1 into D, ഇങ്ങനെയല്ലേ വരുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ T9 is equal to A plus n എന്ന് പറയുന്നത് 9 ആണ്. 9 minus 1 into D. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എത്രയാണ്? 99. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? A plus 9 minus 1 എന്ന് പറഞ്ഞാൽ 8. 8D is equal to എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നിട്ടുണ്ട്? 99. നമുക്ക് എയും അറിയില്ല, ഡിയും അറിയില്ല, അത് നമ്മൾ കണ്ടെത്തും. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇത് തിരിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് സിംപ്ലിഫൈ ചെയ്ത് A plus 9 minus 8, 8D, അതാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് എഴുതിയെന്ന് മാത്രം. T9 എത്രയാണ്? 99. ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് നേരെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയെന്ന് മാത്രം കേട്ടോ. അത് ഇങ്ങോട്ട് തിരിച്ച് എഴുതി എന്നുള്ളതേ ഉള്ളൂ, വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇനി സെക്കൻഡ് എന്താ പറഞ്ഞിട്ടുള്ളത്? 99th ടേം ഈസ് 9 അല്ലെ? 99ാമത്തെ ടേം ഈസ് 9 എന്ന് പറഞ്ഞാൽ 99th ടേം എന്ന് പറഞ്ഞാൽ T99, അതാണ് 99th ടേം ഈസ് ഈക്വൽ ടു എന്താ വേണ്ടത്? A plus 99 അല്ലെ? 99 minus 1 into D, ഇങ്ങനെയല്ലേ വരിക? ഞാനത് തിരിച്ചിങ്ങോട്ട് എഴുതാണ് കേട്ടോ. A plus 99 minus 1 എത്രയാണ്? 98. 98 into D, 98D. That is equal to എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 9 എന്ന് പറഞ്ഞു അല്ലെ? 99th ടേം എന്ന് പറഞ്ഞിട്ട് 9 എന്ന് പറഞ്ഞിട്ടില്ല, അത് ഞാൻ അതേപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. കാരണം എന്താണ്? ഇവിടെ എയും ഡിയും ഇവിടെ ഇല്ല, അത് നമുക്ക് കണ്ടെത്താം. അതേപോലെ ഇവിടെയും എയും ഡിയും ഇല്ല. നമുക്ക് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് എടുത്ത് ചെയ്താണ്. ഇക്വേഷൻ നമ്പർ 1 A plus 8D is equal to 99. Then equation number 2 A plus 98D is equal to 9. ഇങ്ങനെയല്ലേ? Then ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ രണ്ടെണ്ണം
തരാതെ വെക്കുമ്പോൾ ഇതൊരു ഇക്വേഷൻ രൂപത്തിലായല്ലോ. നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് ഇക്വേഷൻ എന്നുള്ള ഭാഗത്ത് പഠിച്ചൊരു സംഭവമായില്ലേ. നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു അല്ലെ. എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കാണാം. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എ ഇവിടെ കണ്ടോ സെയിം അല്ലേ, ഇതിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണല്ലോ. ഇവിടെ എക്സും വൈയുടെ പകരം എയും ഡി ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്താൽ മതി, സബ്സ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ. എന്ന് എ കുറച്ച 0 ആയിട്ട് പോകില്ല. അപ്പൊ അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാം. സബ്സ്ട്രാക്ടിങ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2. സബ്സ്ട്രാക്ടിങ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2. ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് എങ്ങനെ വരും, എ മൈനസ് എ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ദെൻ 8d മൈനസ് 98d, 8d മൈനസ് 98 ആണ് കേട്ടോ. അപ്പൊ 98 ന്ന് 8 കുറക്കാം. 8d മൈനസ് 98 ആണ്. അപ്പൊ ഇവിടെ മൈനസ് ആണ് ആൻസർ വരിക കേട്ടോ, വലുത് മൈനസ് ആണ്. മൈനസ് 90d എന്ന് വരും അല്ലെ, ഇങ്ങനെയാണ് വരിക. 8d മൈനസ് എന്ത് പോസിറ്റീവ് ആണ് 98d അല്ലെ. അപ്പൊ 91 8 കുറച്ചാൽ 90 ആണ് കേട്ടോ. അവിടെ മൈനസ് ആണ് സൈന് വരിക കേട്ടോ. മൈനസ് 90d ദാറ്റ് ഈസ് ഈക്വൽ ടു 99 മൈനസ് 9 എത്രയാണ് 90 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഡി കിട്ടൂലേ. ഡി എത്രയാണ്, ഡി ഈസ് ഈക്വൽ ടു ഇവിടെ 90 ഉണ്ട്, ദെൻ ഇൻറ്റു മൈനസ് 19 അങ്ങോട്ട് കൊണ്ടുമ്പോൾ ഡിവൈഡ് ബൈ 90 ആവും അല്ലെ. ഡിവൈഡ് ബൈ മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടും അല്ലെ. 90 ഡിവൈഡ് ബൈ മൈനസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്ന്. ഡി നമുക്ക് എന്ത് കിട്ടി, -1 എന്ന് കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഈ ഇക്വേഷനിലോ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും അല്ലെ. അപ്പൊ ഞാൻ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. എന്താണ് ഡി എ ഈസ് ഈക്വൽ ടു, നമുക്ക് ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എ കിട്ടും. അപ്പൊ എന്താണ് വരിക, ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനെയാണ്, എ പ്ലസ് 8d ഈസ് ഈക്വൽ ടു 99 ആണ്. ഇവിടെ നമ്മൾ ഡിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എ പ്ലസ് 8 ഇൻറ്റു -1 അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 99. ദെൻ 8 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -8 ആണ് വരിക കേട്ടോ. എ മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 99. സോ എ ആണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ എ അവിടെ നിർത്തുക. എ ഈസ് ഈക്വൽ ടു 99. ഈ -8 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +8 ആയിട്ട് മാറും. ദെൻ അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എത്രയാണ് വരിക, 99 പ്ലസ് 8 എന്ന് പറയുന്നത് 107 എന്ന് കിട്ടും. അപ്പൊ എയും കിട്ടി ഡിയും നമുക്ക് കിട്ടിയാലോ അല്ലെ. ഇനി നമുക്ക് എയും ഡിയും കിട്ടി കഴിഞ്ഞാൽ എന്ത് കാണാം, നമ്മൾ അവിടെ നിർത്താൻ പാടില്ല. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, 108ാമത്തെ ടേം കാണാനല്ലേ. അത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, എയും ഡിയും വേണം. അത് കാണാനാണ് നമ്മൾ ഇത്രയും ചെയ്തത് കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇവിടുത്തെ ക്ലൂ വെച്ചിട്ട് 9th ടേം എത്രയാണ് എന്ന് തന്നു. ദെൻ അതിൽ നിന്ന് ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. ദെൻ രണ്ടാമത്തെ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇക്വേഷൻ കണ്ടെത്തി. അത് രണ്ടും സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ സബ്സ്ട്രാക്ട് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എയും ഡിയും നമ്മൾ എന്ത് ചെയ്തു, വാല്യൂ കണ്ടെത്തി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് കാണണം, 108ാമത്തെ ടേം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. എയും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുകൂടെ. എങ്ങനെ കാണാം, 108ാമത്തെ ടേം എങ്ങനെ കാണാം, ടി 108 ഈസ് ഈക്വൽ ടു അല്ലെ എ പ്ലസ് n-1 ഇൻറ്റു ഡി ആണ് കേട്ടോ ഇക്വേഷൻ. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എ എത്രയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, 107 അല്ലെ, പ്ലസ് എൻ എത്രയാണ്, 108ാമത്തെ ടേം ആകുമ്പോൾ 108 -1, ഡി എത്രയാണ് -1, ദാറ്റ് ഈസ് ഈക്വൽ ടു 107 പ്ലസ് 108 മൈനസ് 1 107 ഇൻറ്റു -1. അപ്പൊ ഇവിടെ മൈനസ് ആണ് വരാം, പ്ലസ് അല്ല വരാം, -107 എന്ന് വരും അല്ലെ. അപ്പോൾ 107 മൈനസ് 107 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. 108ാമത്തെ ടേം എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 0 ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് വരുന്ന nth ടേം കാണാനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് സം ഓഫ് n ടേംസ് ഉണ്ട്, ഒരു ആപ്പിയുടെ സമ്മ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.